ഹലോ, ജയാസ് വെറൈറ്റി വ്ളോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ വീട് വരെ പോവാ, പണാവള്ളി പോവാണ് ഞാനും ചേട്ടനും കൂടെ. അപ്പം ഇവിടുന്ന് പോകുന്ന വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ചക്കയൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. അപ്പം ഞങ്ങൾ പോവാണ്, പണാവള്ളിക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ പറയാം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോയേക്കാം അല്ലേ? അങ്ങനെ നമ്മുടെ മോൻ കോളേജിൽ പോകാൻ റെഡിയാവുന്നതിന്റെ രംഗമാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാവരും ഈ പ്രായമാകുമ്പോൾ തലമുടിക്കിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. നോക്കിക്കേ, ഇതെന്തോ കാണിക്കുന്നത്. മതി. അപ്പം റെഡിയായി, കഴിച്ചു. ഒരു ഹായ് പറഞ്ഞവനെ. എടുക്കൻ ഐഡി ഇട്ട്. അയ്യോ, അവിടെ വണ്ടി സ്റ്റാർട്ടാക്കി ഒച്ച കേൾപ്പിക്കുന്നത് എന്തിനാണെന്നറിയാം? ഇവൻ ഇച്ചിരിയുടെ സ്പീഡപ്പ് ചെയ്യാൻ. കണ്ട, ഇന്ന് ചേട്ടൻ സുന്ദരക്കുട്ടനായിട്ടാട്ടോ ഞങ്ങൾ ഇന്ന് വീട് വരെ പോവാട്ടോ. അതുകൊണ്ട് കൊച്ചിനെ വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. ഞാനും കുളിയെല്ലാം കഴിഞ്ഞ് നിൽക്കുവാണ്. വണ്ടി അങ്ങനെ കുട്ടപ്പനായിട്ട് കിടക്കുവാണ്. ഞങ്ങൾ ആദ്യമേ ഇന്നലെ ക്രഷ് കാർഡ് അല്ലേ, ക്രഷ് കാർഡ്. ഇതിൻ്റെ ഒന്നും പേര് നമുക്കറിയത്തില്ല. എൻ്റെ പൊന്നെ, ചേട്ടൻ എന്തൊക്കെയോ എന്നോട് പറയും. ഞാൻ എസ്സും വെക്കും, ഫുൾ SS ആകട്ടോ. അപ്പം അതാണ് അടിപൊളിയാക്കി നമ്മുടെ രാജാവിന്. ഇനി കൊച്ചിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നീരൊക്കെ നന്നായിട്ട് കുറഞ്ഞു കേട്ടോ, നന്നായിട്ട് കുറഞ്ഞു. കടന്നൽ കുത്തിയതിൻ്റെ എല്ലാവരും ചോദിച്ചതിന് ഭയങ്കര സന്തോഷം കേട്ടോ. ഇന്ന് ആദ്യമായിട്ടാണ് ഇതേൽ പാണാവള്ളിക്ക് പോകുന്നത്. അപ്പം ഞാനും ഭയങ്കര ത്രില്ലിലാട്ടോ ഇതിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി. ലോങ് ട്രിപ്പ് ഇന്നാ ഫസ്റ്റിലെ ലോങ് ട്രിപ്പ് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം കൊച്ചിനെ കാത്തു നിൽക്കുവാണ്. അവിടെ ഒരുങ്ങാനുള്ള പൗഡർ പോലും അവൻ ഇടത്തില്ല. പക്ഷെ അല്ലാത്ത കാര്യത്തിൽ ഭയങ്കര താമസം. മിടുക്കനായി. അവനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്ര ആൾക്കാരാണ് നിരന്ന് നിൽക്കുന്നതെന്ന് നോക്കിക്കേ. ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു പക്രുവിനെ കേട്ടോ. പറയാം. അപ്പം ശരി. പേനയൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. ഇനി പരീക്ഷ എഴുതിയാൽ മതി. ഓക്കേ. എന്നതാ പാവം പിള്ളേരല്ലേ, കഷ്ടം. അപ്പോൾ ഇവിടുത്തെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ പക്രു സാറിന്, പക്രു നീ ഒട്ടക്കത്തോ, ഇന്നലെ ഇവനെ കുളിപ്പിച്ചു കേട്ടോ. ഇവനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തെ കൂട്ടിയിടുമ്പോൾ ഇവൻ്റെ മേലും മുഴുവൻ അഴുക്കാവുന്നേ. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ തന്നെ ഇവൻ കിടക്കും. ഇവിടെ ആണെങ്കിലുണ്ടല്ലോ പുറത്തോട്ട് അവൻ ചീറ്റിക്കും. അവൻ്റെ പരിപാടി അതാ. ഇവിടെ രണ്ടുപേരും, ഇവർക്കാണെങ്കിൽ ഹസ്ബൻഡിനെ കണ്ടുകൊണ്ടും കിടക്കാം. ഇക്രു സാറിനെ അവിടെ ആക്കി കേട്ടോ. ഇക്രുവിന് എവിടെയെങ്കിലും ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങണം എന്നേ ഉള്ളൂ. അവൾക്ക് 12 വയസ്സായില്ലേ. അപ്പോൾ അവൾക്ക് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞു കാണിച്ചു തരാം. ഞാൻ അവന് വേണ്ടിയിട്ട് എടുത്തു വെച്ച മഹേഷിന്, അതായത് പുളിശ്ശേരിയുണ്ട്, മീൻകറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് വറുത്തരച്ച് വെച്ച മീൻകറി, അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊല പഴുത്തതിൻ്റെ പഴം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ റെഡി ആയിക്കൊണ്ട് തന്നെ കൊച്ചിനെ ചേട്ടൻ കൊണ്ടുപോയി. ഞാനപ്പോൾ കട്ടൻ ചായ ഇടുവാണ്. നമുക്കിന്ന് ദോശ കടലക്കറി, അടിപൊളി കടലക്കറി കേട്ടോ. ഇന്നത്തെ കടലക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും പറയാനില്ല, ഭയങ്കര നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ്. അപ്പം നമ്മൾ ഇന്ന് പാണാവള്ളി പോകുന്നതും അവിടെ ചെന്നിട്ടുള്ളതും ഒക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇടയ്ക്ക് അങ്ങനെയൊക്കെ കാണണ്ടേ അല്ലേ എല്ലാവരും? കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബ്യൂട്ടി ടിപ്സ് വിട്ട് സുന്ദരികളായിട്ടിരിക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഒരു അലഞ്ഞു പിടിച്ച ഒരു യാത്രയും വേണം. ഇത് അലഞ്ഞു പിടിച്ച യാത്രയല്ല കേട്ടോ, സുഖമായ യാത്ര തന്നെയാണ്. പിന്നെ നമ്മൾ പോകുന്നതൊക്കെ ഒന്ന് കാണണ്ടേ അല്ലേ? 10,000 വട്ടം നമ്മുടെ ആൾക്കാർ കണ്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഞാൻ പറയുമായിരുന്നു ഇച്ചിരിയൊക്കെ കാണണ്ടേ എല്ലാവർക്കും. അതുകൊണ്ട് കുറെ ആൾക്കാർക്ക് ദേഷ്യം വരുമായിരിക്കും, പക്ഷെ സാരമില്ല. എപ്പോഴും ഈ പാചകവും ഇതൊക്കെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ദേഷ്യം വരുന്നവരൊക്കെ പുറയിലോട്ട് പോയിരുന്നോണം കേട്ടോ. നമ്മുടെ പ്രീതിക്കുട്ടിയൊക്കെ കണ്ട് മടുത്ത. ഇന്നലെ ഞങ്ങൾ ജോമ ലൈവിൽ കുറേ നേരം ഉണ്ടായിരുന്നത് കുറച്ച് വഴക്ക് പിടിക്കാൻ പറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല സ്നേഹമായിട്ടുള്ള ആൾക്കാരോട് കേട്ടോ. എല്ലാവരോടും പോയി വഴക്കൊന്നും ഇടിക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെതായ കുറച്ച് ആൾക്കാരുണ്ട് വഴക്ക് പിടിക്കാനുള്ള. അതുകൊണ്ട് ഒരു ജീനക്കുട്ടിയുണ്ട്, ഒരു ജോമക്കുട്ടിയുണ്ട്. എൻ്റെ ചേച്ചിയോട് പിന്നെ ഞാൻ എപ്പോഴും വഴക്ക് പിടിക്കാറുണ്ട് ലൈവിൽ വരുമ്പം കേട്ടോ, അല്ലാതൊന്നുമല്ല. അതൊക്കെ രസമല്ലേ അല്ലേ? ലൈവിലാണെങ്കിൽ ഇന്നലെ ഒരു
ബ്രോ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊല്ലത്ത് ചെല്ലാനൊക്കെ മീൻ കിട്ടുമെന്ന് ഹാർബറിൽ. പുള്ളി പാവം പിന്നെ നല്ലൊരു ആളാട്ടോ, നല്ലൊരു സഹോദരനെ പോലെ തന്നെ. ജോമയുടെ ലൈവിലായിരുന്നു. അവൻ ഞങ്ങളെല്ലാവരും കൂട്ടിയിരുന്ന് ഭയങ്കരമായിട്ട് എന്താ മീൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. പിന്നെ ജോമയുടെ വഴക്ക് കുടിക്കാൻ നല്ല രസമാണ്. തോണ്ടി ജോമ എനിക്ക് കേട്ടേക്കുന്ന പേര് കാന്താരി തന്നെ അല്ലേ? സാരമില്ല, ഭയങ്കര സ്നേഹാട്ടോ എന്തൊക്കെ പറഞ്ഞാൽ. ഇനി ഇച്ചിരി ഉണക്കച്ചമ്മീൻ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഉണക്കച്ചമ്മീനൊക്കെ. പിന്നെ എൻ്റെ ചേച്ചിയെ ലൈവ് വിളിക്കാൻ, അവളിപ്പോൾ തിരുവാതിരകളി പ്രാക്ടീസിനൊക്കെ പോകുന്നുണ്ട്. അല്ലെ ഞാൻ അവൾക്കും മെസ്സേജ് വിട്ടേനെ, അവളെ വാട്സപ്പിൽ വിളിച്ചേനെ. അടി വാടിന്ന്, അവൾക്ക് ക്ഷീണം. അവൾ തിരുവാതിരകളിക്കും ഒക്കെ പോയി ഒത്തിരി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് തിരുവാതിര പ്രാക്ടീസിന് വേണ്ടിയിട്ടേ. അവൾക്ക് വലിയൊരു തിരുവാതിര, മെഗാ തിരുവാതിര എന്നാണ് പറയുന്നത്. ആണെങ്കിൽ എല്ലാവരും അങ്ങ് കേൾക്കുക കേട്ടോ. അതല്ലെങ്കിൽ അങ്ങ് കേൾക്കാത്ത രീതിയിൽ അങ്ങ് വിട്ടേനെ. ചില ഇംഗ്ലീഷ് വാക്കൊക്കെ പറയുമ്പോൾ ബിന്ദു പണിക്കരുടെ സിനിമയിലെ ഇതുപോലൊക്കെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനൊക്കെ കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല. ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് വരാം. പോകുമ്പോഴത്തേക്കും കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ ദോശയും കടലക്കറിയും കഴിക്കും കേട്ടോ. നല്ല അറിയണം കേട്ടോ. അപ്പം വെച്ചപ്പോഴേ എനിക്ക് തോന്നി, ഇങ്ങനെ തോന്നാറില്ല നല്ലതാന്നുള്ളതേ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. ഒരാൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. എങ്ങനെയാമേ? തുറക്കത്തില്ല. വേണ്ട കേട്ടോ, എനിക്ക് ഇറിറ്റേഷനാണ്. ശരി, അപ്പം നമുക്ക് പോയിട്ട് വരാം അല്ലേ? അപ്പം ഞങ്ങൾ പോയച്ചു തരാം കേട്ടോ. ഞങ്ങൾ 1 മണിയാകുമ്പോൾ ഇവിടെ എത്തത്തില്ല. ഇതോ എത്ര പേരെ കാണാനിരിക്കുന്നേക്ക്. അപ്പം ഞങ്ങളെ നമ്മുടെ 41 അമ്പലത്തിലൊന്ന് വരുന്ന വഴിക്ക് ഇറങ്ങിയിട്ട് തൊഴുത് ചുറ്റുവെക്കട്ടെ. എന്നെ ഇട്ടിട്ട് ഓടുവാട്ടോ ചേട്ടൻ്റെ സ്ഥലമായപ്പോഴത്തേക്കേ. നമ്മളിതാ ചെരുപ്പൊക്കെ ഇട്ട് അമ്പലത്തിൽ നിന്ന് കയറി. ഇതാണ് കേട്ടോ ഞാൻ തിരുവൈരാണിക്കുളത്ത് പോയപ്പോഴത്തേക്കും കാണാതെ പോയപ്പോൾ മേടിച്ച ചെരുപ്പ് കേട്ടോ. തിരുവൈരാണിക്കുളത്ത് പോയപ്പോഴേ. അപ്പം ഞങ്ങളങ്ങനെ വന്നു കേട്ടോ. ഞങ്ങളങ്ങനെ വന്നു. ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെയൊക്കെ നോക്കിക്കേ, ഈ ഷീറ്റ് പോലത്തെ ഈ പാണാവള്ളിയിലൊക്കെ എനിക്ക് കാണാൻ മേലാത്ത സാധനം ഇത്. സ്ഥലവും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഗ്രാമമല്ലേ ഇവിടെയൊക്കെ. നമുക്ക് പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ നല്ലൊരു രസമാണ് ഗ്രാമമായതുകൊണ്ട്. നമ്മുടെ ഭവനത്തിലോട്ട് കയറട്ടെ. ഞങ്ങൾ വരുന്നതനുസരിച്ച് അവൻ പാലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ ഇരുന്ന പാലായതുകൊണ്ട് ഇതിനകത്ത് വെച്ചേക്കുവാണ്, വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. അങ്ങനെ നമ്മുടെ മഹേഷ് ഭായ് ഇതവിടെ കുളിയെല്ലാം കഴിഞ്ഞ് മിടുക്കനാവുമായിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ചേച്ചി ഇവിടെ ഇല്ല കേട്ടോ. ചേച്ചി പിന്നെ തൃച്ചി പോയേക്കുവാണ്. തൃച്ചിയിൽ ചേച്ചി കൊണ്ടുപോയിക്കോ. ഞങ്ങളൊന്ന് കല്യാണ നിശ്ചയത്തിന് പോയില്ലായിരുന്നോ? അപ്പം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ചേച്ചി കൊണ്ടുപോയേക്കുവാണ്. അപ്പം നമുക്ക് കുറച്ച് വർത്താനമൊക്കെ പറയട്ടെ. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു നമുക്ക് 41 അമ്പലത്തിൽ കയറാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലായിരുന്നു. ഞാനപ്പോൾ ഇത് നമ്മൾ റിസപ്ഷൻ ഇട്ട ചുരിദാറിലായിരുന്നോ. അന്നേരം ഞാൻ വിചാരിച്ചു പുറത്ത് നിന്ന് തൊഴാമല്ലോ. ഇന്നാൾ വന്നപ്പോഴത്തേക്കും ചേട്ടൻ അന്ന് ഒറ്റയ്ക്ക് വന്നപ്പോൾ മോനുമായിട്ട് വന്നില്ലായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ മാസം വന്നില്ലല്ലോ. അപ്പം രണ്ടുപേരുടെ കയറി തൊഴുതായിരുന്നു. അപ്പം വന്ന വഴിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്ത് നിന്നാണ് തൊഴുത്. നല്ല സൂപ്പറായിട്ട് കാണാമായിരുന്നു ഭഗവാനെ കേട്ടോ. ഇതാ വന്നിട്ട് ഞാൻ മുടിയൊക്കെ ഇതാ ഒന്നിച്ച് പിടിച്ച് ഇങ്ങനെ ആക്കി വെച്ചു. കാരണം അയച്ചിട്ടേക്കില്ലായിരുന്നു, ഇങ്ങനെ ക്ലിപ്പ് കുത്തിയേക്കില്ലായിരുന്നു. മുടി മുഴുവൻ ജട പിടിക്കും. അതുകൊണ്ട് ഇന്ന് അഴിച്ചൊക്കെ ഇട്ടാ വന്നത്. അപ്പം ഇനി ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കട്ടെ. എന്നിട്ട് പരിസരമൊക്കെ 100 പ്രാവശ്യം കാണിച്ചാണ്. എന്തെങ്കിലും പുതിയതൊക്കെ ഉണ്ട് പരിസരം കാണിക്കാം കേട്ടോ. ഇവിടെ ഇഷ്ടംമാതിരി ചക്കയൊക്കെ ആയിട്ടുണ്ട്. എനിക്കിവിടെ ചക്ക ആയാലും എനിക്ക് ഇഷ്ടംമാതിരി എൻ്റെ അനുസരിച്ച് എനിക്ക് കൊതി തീരുന്നതനുസരിച്ച് എനിക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. ആരും ഒന്നും പറയത്തില്ല. മഹേഷാണെങ്കിൽ ഒന്നും പറയത്തില്ല.
അവന് എപ്പോഴും എനിക്ക് തരും കേട്ടോ, എന്തുണ്ടെങ്കിലും എനിക്ക് തരും. ഞാനിവിടെ ടെറസിൻ്റെ മേളിൽ കയറിയതാട്ടോ, എന്നെങ്കിൽ നമ്മുടെ കശുമാവിനെ കാണാൻ പറ്റുള്ളല്ലോ. കശുമാവിൻ്റെ നോക്കട്ടെ, ചെറുതായിട്ട് ഓരോന്ന് വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ പൂത്തിട്ട് കണ്ട നിറച്ച് പൂത്ത് നിൽക്കുക. അടുത്ത മാസം വരുമ്പോൾ കശുമാങ്ങ നിറച്ചാവും. അപ്പം ഞാൻ തീർച്ചയായിട്ടും എന്നെ എടുക്കും, നമ്മുടെ തീയലുണ്ടല്ലോ, തീയൽ വെക്കും. അന്ന് തീയലിന് കൊണ്ടുപോയ മാങ്ങ മുഴുവൻ ബാഗിൻ്റെ അടി കരിഞ്ഞിട്ട് വഴി മൊത്തം വീണു പോയായിരുന്നു. ഓർക്കുന്നില്ല, എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. വഴി മൊത്തം തീയലിനുള്ള കശുമാങ്ങ പോയി. കണ്ട ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, ഇത്രയും പോരാ നമുക്ക്. ഇവിടുന്ന് എന്തെടുത്തോണ്ട് പോയാലും ആരും ഒന്നും പറയില്ല കേട്ടോ. ഇതാ മേളിൽ ഇവിടെ തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് കേട്ടോ. അയ്യോ, പിന്നെ നമ്മൾ അവിടെ അല്ലായിരുന്നോ നിൽക്കുന്നെന്നുള്ള, അതാണ് അവിടെ ആയത്. കണ്ടോ? അപ്പം നമുക്കിനി താഴെ പോയി അടുത്ത നോക്കാം. എൻ്റെ പുറകെ അവൾ വന്നുണ്ടോ, നോക്കാം. താഴെ പോയി നോക്കാവേ. ഇനി അടുത്ത പറമ്പൊക്കെ ഒന്ന് കണ്ടേച്ച് വരാവേ. പിന്നെ ഒരു കഥ ഞാൻ പറയാം കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ പുറവശം ഇത് കണ്ടോ പറ്റിയേക്കുന്നത്. പറഞ്ഞ എന്താ ഇവിടെ കിടക്കുന്നത്. ഇവിടെ ആയിരുന്നു ഞാൻ കല്യാണം കഴിച്ച് വന്ന വീട് കേട്ടോ. ഈ വീടായിരുന്നു കേട്ടോ. ഇത് അപ്പുറത്ത് ഇപ്പോൾ ഞങ്ങൾ വരുന്നത് മഹേഷിൻ്റെ വീടാണ്. ഇതാണ് ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നല്ല, എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്. നോക്കിക്കേ, ഞാൻ ഇവിടുത്തെ അമ്മ ഉണ്ടായിരുന്ന അത്രയും നാളെ ഇവിടെ നിന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ വീട്ടിലായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടൻ ഇതിലല്ലായിരുന്നു. അപ്പം എന്നെ വീട്ടിൽ നിർത്തിയിട്ടായിരുന്നു പോകുന്നത്, എൻ്റെ വീട്ടിൽ നിർത്തിയിട്ടായിരുന്നു പോകുന്നത്. അമ്മ ഇവിടെ ഉള്ള ഇത്രയും നാൾ ഞാനും എൻ്റെ അമ്മയും കൂടെ. ഇതാരാ കിടക്കുന്നത് നോക്കിക്കേ. ഇവിടെയൊക്കെ ഇത് കൂടുതലാണ് അല്ലേ. ഞാനും കൂടെ എല്ലാ മാസവും എൻ്റെ അച്ഛനുമായിട്ട് ഞങ്ങൾ ഇവിടെ വരുമായിരുന്നു കേട്ടോ. എല്ലാ മാസവും അമ്മയെ കാണാനും ഒക്കെ വരുമായിരുന്നു. ചേട്ടൻ അവിടെ ആയിരുന്നപ്പോൾ, സൗദിയിലായിരുന്നപ്പം. അങ്ങനെയായിരുന്നു ഇത്രയും നാൾ. അങ്ങനെ കഴിഞ്ഞു പോയി. അമ്മ പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനങ്ങനെ എപ്പോഴുമൊക്കെ ചിലപ്പോൾ ഞാനും അമ്മയും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയുള്ള സമയത്ത് ഇവിടുത്തെ അമ്മ ചേട്ടൻ്റെ അമ്മ ഉള്ളപ്പം ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിൽക്കും, പിറ്റേ ദിവസം പോകും. ബോട്ടിലൊക്കെ കയറി ഒരു രസമായിരുന്നു കേട്ടോ അതൊക്കെ. എൻ്റെ നന്ദുമോന് 8 മാസം വരെ ഞാൻ ബസ്സിലായിരുന്നു. അന്ന് കാറേലൊന്നും, മോന് ചെറുതല്ലേ, പിള്ളേർ ചെറുതല്ലേ, നമുക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയത്തില്ല. ആദ്യത്തെ സെക്കൻഡ് ഹാൻഡ് മാരുതി എന്ന് പറയുന്ന ഒരു വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ചേട്ടനുള്ള സമയം ഡ്രൈവറെ വെച്ചൊക്കെ വരുന്നത്. അത് ഞാൻ പ്രസവിച്ചെല്ലാം കഴിഞ്ഞ് കണ്ട മേടിച്ച്, ഞാൻ ഓർക്കുന്നില്ല ശരിക്കും. എന്താണേലും ഞങ്ങൾ ബസ്സിനായിരുന്നു. ബോട്ടയിലൊക്കെ കയറി. പിന്നെ ഇവിടെ നമ്മളവിടെ ഒരെണ്ണമുണ്ടല്ലോ, ജങ്കാറൊക്കെ കയറി. ഒരു രസമായിരുന്നു കേട്ടോ. വന്ന് ഞങ്ങളിവിടെ നിന്ന് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ കാപ്പൂടിയും കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ അങ്ങ് പോകുമായിരുന്നു. അച്ഛൻ ചില ദിവസങ്ങളിലൊക്കെ വരത്തുള്ളായിരുന്നു ഞങ്ങളിവിടെ. അച്ഛന് ഉള്ളതെല്ലാം അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ വരുമായിരുന്നു അമ്മയുടെ അടുത്ത്, ഇവിടെ അമ്മയുടെ അടുത്ത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എന്നെ എന്താന്ന് പറഞ്ഞാലും. ഞങ്ങൾ വന്ന് നിന്ന് 8 മാസം വരെ ഞാൻ വരുമായിരുന്നു കേട്ടോ. പിന്നെ അമ്മ നന്ദുക്കുട്ടനുണ്ടായി 16 ദിവസം, നന്ദുക്കുട്ടൻ ഉണ്ടാകുന്നതിന് മുമ്പ് 16 ദിവസം മുമ്പ്, എൻ്റെ പ്രസവത്തിന് 16 ദിവസം മുമ്പ് അമ്മ മരിച്ചു പോയായിരുന്നു. അമ്മയ്ക്ക് വയ്യായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് പ്രായമായിരുന്നു, വയ്യായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിൽക്കുമെന്നുള്ള ഇതിലായിരുന്നല്ലോ എൻ്റെ മാരേജ്, എൻ്റെ വീട്ടിൽ. അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങ് അവിടെ ആയി. പിന്നെ ചേട്ടൻ വരുമ്പോൾ ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ. പിന്നെ ഞങ്ങളിപ്പോൾ എല്ലാ മാസവും ഇവിടെ വരും. അങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും വിശേഷം, ഫങ്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാം വരും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അവിടെ എൻ്റെ അമ്മയും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഈ പറഞ്ഞ പോലെ. അങ്ങനെ ഇവിടെ നോക്കിക്കേ, ഇവിടെയൊക്കെ ചക്ക ഇഷ്ടംമാരി ഉണ്ടായിട്ടുണ്ട്. അയ്യോ, അപ്പുറം ചക്കയുണ്ടോ ഞാൻ നോക്കാൻ പറ്റുമോ, ഞാൻ നോക്കട്ടെ. അതാണ് കുടുംബം. കണ്ടോ, അടയ്ക്ക് കൊടുത്തേക്കുവാണേ. എത്ര പേരാന്ന് നോക്കിയാൽ ഇവിടുത്തെ പട്ടികൾക്കൊക്കെ ഒരു ദേഷ്യവും ഇല്ല. നമ്മുടെ കോട്ടയം പട്ടികളൊക്കെ ആണെങ്കിലുണ്ടല്ലോ, അഹങ്കാരം പിടിച്ചങ്ങ എല്ലാം നമ്മളിങ്ങനെ ഉറ്റു നോക്കും. ഉണ്ടോ, ഞാനിവിടെ അടുത്ത് നിന്ന് ഇത് ഷൂട്ട് ചെയ്യുന്നത്, എന്നിട്ട് പോലും അതുങ്ങൾക്കൊരു ദേഷ്യമില്ല കേട്ടോ. കോട്ടയത്തുള്ള എല്ലാം ഒന്നിനൊന്ന് ഉള്ള പട്ടികളാട്ടോ. നോക്കിക്കേ, ദോ എഴുന്നേറ്റ് ഓടുന്നു. അപ്പം ഞാനിനി നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കയറിപ്പോയി ചായ ഇടട്ടെ. ഞാനിവിടെ വന്നാൽ ഒരു ചായ ഇടും, എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും എന്ന് പറയാൻ അവനും ഞാനും ചേട്ടനും ഉള്ളു. ഇപ്പോൾ മറ്റേ ചേച്ചി ഇവിടെ ഇല്ലല്ലോ, ചേച്ചി തൃച്ചി പോയേക്കുവാണ്. അപ്പം ഞാൻ കൊണ്ടുവന്ന കറിയൊക്കെ ഞാൻ തന്നെ എടുത്ത് പാത്രത്തിലാക്കി മാറ്റിയെല്ലാം വെച്ചു. ഇനി ഞാൻ പോയി ചായ ഇട്ടിട്ട് അവനും കൊടുത്ത് ചേട്ടനും കൊടുത്ത് ഞാനും കുടിക്കട്ടെ കേട്ടോ. കണ്ട, ഞാൻ ചായ ഇടാൻ പോകും. മഹേഷ് ചോറൊക്കെ റെഡിയാക്കി വെക്കുന്നു. അപ്പം നമ്മൾ ചായ ഇടട്ടെ. അപ്പം ഞങ്ങൾ ചായ എടുത്തു. ചേട്ടന് ചായ കൊടുത്തു.
യോയോ. അപ്പം ഞാൻ എൻ്റെ ചായയും കുടിക്കട്ടെ. അല്ല, ഈ ചായയും കൂടെ ഒഴിച്ചേക്കാം. ഇച്ചിരി ചായയും കൂടെ ഉണ്ട്. മഹേഷ് ചായ അല്ല കുടിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് 2 ചായ എടുത്ത്. അവന് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ പാലേ കുടിക്കത്തുള്ളൂ. ചേട്ടൻ അവനെല്ലാം നല്ല പാത്രമല്ലേ, അവനെല്ലാം കഴുകി വെച്ചേക്കാം. അപ്പം ശരി, ചായ കുടിക്കട്ടെ കേട്ടോ. കണ്ട, ഞങ്ങൾക്ക് അവൻ തേങ്ങയൊക്കെ പൊതിച്ച് വെച്ചേക്കുവാണേ. അപ്പോൾ ദാ അവള് നോക്കിക്കുക, കാവലിരിക്കുക ആ തേങ്ങയ്ക്ക്. എൻ്റെ ദൈവമേ, മാവുണ്ടല്ലേ. അതാ ഇത്രയുള്ളൊരു മാവ് കണ്ടോ. ഇത് നമ്മുടെ ഈശ്വര ചേച്ചി വെച്ചായിരുന്നു കേട്ടോ. അതായത് മഹേഷിൻ്റെ അമ്മ. അതെ നോക്കിക്കേ, ഒരു മാങ്ങ ഉണ്ടാക്കുന്നു. ഇന്നാൾ പൂത്തത് ഞാൻ കണ്ടിട്ട് പ്രാവശ്യം പോയതായിരുന്നു കേട്ടോ. അവൻ കെട്ടി വെച്ചേക്കുമായിരുന്നു കേട്ടോ, കിളിയൊക്കെ വന്ന് കടിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ മാങ്ങയല്ലേ, അടുത്ത പ്രാവശ്യം അപ്പം നിറച്ചുണ്ടാകും കേട്ടോ. അപ്പോൾ ദാ മഹേഷ് ഒരു ചക്ക ഇടാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ചേട്ടൻ ദാ അവിടെ കയറി നിൽപ്പുണ്ട് കേട്ടോ. ചേട്ടൻ അവിടെ നിന്നിട്ട് ചോദിക്കുക, ചേട്ടനും കൂടെ മേളിലോട്ട് കയറണമെന്ന് അവൻ്റെ ഒപ്പം. എനിക്ക് വയ്യ. കണ്ട, ചക്ക ഇട്ട് താഴെ ഇറങ്ങി. കോട്ടയത്ത് ചക്ക ഇപ്പം ചെല്ലും. അപ്പം ദാ എടുത്തോണ്ട് വരുന്നു. അയ്യോ, ചേട്ടൻ്റെ വീഡിയോ കിട്ടിയില്ല. മതി മതി. അയ്യോ, ഒരെണ്ണം മതിയോന്ന്. അതിനെ തന്നെ പിടിച്ച് നമുക്ക് എടുത്തോണ്ട് കണ്ടിക്കാം. അങ്ങനെ നമ്മുടെ ചക്കതോ നമുക്കെല്ലാവരും തരുന്നതാണേ. കണ്ടോ, അരക്കാവല്ലേ. അങ്ങനെ ദേ ചേട്ടൻ ദേ ചക്കയൊക്കെ ആയിട്ട് എത്തി. ദോ ഓക്കെ. അയ്യോ, നമ്മൾ ഇനി ചക്ക ഇട്ടില്ലേ, ഇനി പോകാം. ഇതാ കൊണ്ടുപോന്നു. അങ്ങനെ നമ്മുടെ നോക്കിക്കേ, ചക്ക ഏത് വിധത്തിൽ ചേട്ടനാക്കി എടുത്തെന്ന് നോക്കിക്കേ. ബാഗിനകത്ത് ചക്കത അവളെ അവിടെ ഇരുത്തി. തേങ്ങ കുറച്ച് പേരെ ഇവിടെ കിടത്തി ഉറക്കി, കുറച്ച് പേരെ അതിനകത്തോട്ട് വെച്ചു. മഹേഷ് എങ്ങനെയുണ്ടല്ലേ മഹേഷേ, മാമൻ്റെ ഐഡിയ അടിപൊളി ഐഡിയ ആണ്. നോക്കിക്കേ, ഈ പരുവത്തിലാക്കി. ഇനി നമ്മൾ ചെരിച്ച് അവിടെ ഇരുത്തിയാൽ മതിയല്ലോ അല്ലേ, അതൊന്നും പ്രശ്നമില്ല. ചേട്ടനെ കഴിഞ്ഞേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കേട്ടോ. കണ്ടോ, നിങ്ങളും കാണണ്ടേ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ കൂട്ടുകാർ കാണണ്ടേ ഞങ്ങൾ എങ്ങനെയാ ചക്കയൊക്കെ ഇങ്ങോട്ട് എത്തിച്ചെന്നുള്ളത്. ബുള്ളറ്റേലാണ് വരുന്നതും കണ്ടു. ഈ സംഭവം എങ്ങനെ വീട്ടിലെത്തിച്ചു എന്നുള്ളത് എല്ലാവരും അറിയണ്ടേ, അതിനാണ് കേട്ടോ ഇത് കാണിച്ചത്. അപ്പം ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ഭയങ്കര ചൂടായിട്ട് ഞാൻ ദാ ഇതിട്ടേക്കുന്നു കേട്ടോ. ഭയങ്കര ചൂടാണ്, അപ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പം മഹേഷേ ഇടയ്ക്ക് ഇറങ്ങണം കേട്ടോ. ഇടയ്ക്ക് വരാം. ഇടയ്ക്ക് വരണം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്, പറഞ്ഞു ഇവനെ ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇവനെ മുങ്ങും. അവനെ കാണത്തില്ല, പിന്നെ അവന് ജോലിയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ശരി കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. എന്താ, വീട്ടിൽ കാണാം. അപ്പം ഞങ്ങൾ കരിക്ക് കുടിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങി കേട്ടോ. ചേച്ചി ഞങ്ങളെ കണ്ടാൻ എടുത്തു കഴിഞ്ഞു കണ്ടോ. അപ്പം ചേച്ചിയെ എല്ലാ മാസവും കാണുന്നതുകൊണ്ട് ചേച്ചിക്കറിയാം. ഞാൻ വീഡിയോ പിടിക്കുക ചേച്ചി, അറിയിപ്പ് വീഡിയോയ്ക്കകത്ത് പറയുന്നതാ. അങ്ങനെ ചേട്ടൻ റെഡി ആയിട്ടിരുന്നു. അന്നേരം ഞങ്ങളൊന്ന് ശരീരം തണുക്കാൻ വേണ്ടി ഒരു ഇളനീര് കുടിക്കാൻ ഇറങ്ങി. എല്ലാ മാസം ഇവിടുന്ന് കുടിക്കുന്നതാണല്ലോ. കഴിഞ്ഞ മാസം ഞാൻ വന്നില്ലല്ലോ. കരിക്കും വെള്ളവും കുടിച്ച് കരിക്കിനേം തിന്നാലേ സമാധാനമാകത്തുള്ളൂ അല്ലേ. അതിട്ടിട്ടുണ്ട്. അപ്പം തന്നെ ഇട്ടല്ലേ, പോയെങ്കിൽ പിന്നെ ഇതാ വേണം. എൻ്റെ എടുത്തോണ്ട് പോയി കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ മേടിക്കുവേ. ഇതെൻ്റെതാ, എൻ്റെ കരിക്കായത്. അതിന് വഴിയാ അല്ല, അതിനും വഴക്കാന്ന്. നല്ല ടേസ്റ്റ്. വെയിലത്തൂന്ന് വന്നിട്ടേ ശരിക്കും നമ്മളെ സാധാരണ ജ്യൂസ് കുടിക്കുന്നതിൽ എത്രയോ ഭേദമാണ് നമ്മുടെ ഇളനീര് കുടിക്കുന്നതല്ലേ. ചിരട്ടയുടെ
ചേച്ചി ആയിരിക്കും എന്തൊരു കളിയാ. എനിക്ക് ചാനലുണ്ട് ചേച്ചി, യൂട്യൂബ് ചാനല്. ചേച്ചി ചിരിക്കുന്നേ, ഞാൻ വീഡിയോ എടുക്കുന്നത് എന്തിനാന്നൊക്കെ എന്നോട് ചോദിച്ചു. ചേച്ചി അടിച്ച് ചേച്ചി വല്ലോ അടിച്ചോണ്ട് പോകാനോ വല്ല ആണെന്നല്ലോ. കഴിഞ്ഞ പണിയൊക്കെ കഴിഞ്ഞ വെള്ളത്തിന് മധുരം കാണത്തില്ല. ഇത് അകത്തുള്ള ഇല്ലേലും കുഴപ്പമില്ല, വെള്ളം മധുരം ഉണ്ടായോ. മറന്നു നോക്കല്ലേ മേടിച്ച ഇപ്പൊ നമുക്ക് പിന്നെ അടുത്ത മാസം കരിക്ക് കുടിക്കാൻ ചേച്ചിയുടെ അടുത്ത് കയറുന്നതായിരിക്കും. ചേച്ചിയായിട്ട് ഭയങ്കര ശരി എന്നാ ഞങ്ങളിതാ വീട്ടിലെത്തി. അപ്പൊ ഞങ്ങളിതാ വീട്ടിലെത്തി കേട്ടോ. സാധനമൊക്കെ എടുക്കട്ടെ. നമ്മളിതേ നോക്കിക്കേ, ബുള്ളറ്റേലും കണ്ടോ ഇങ്ങനൊക്കെ വെച്ച് വരാന്നുള്ളത് മനസ്സിലായി. നോക്കിക്കേ എവിടൊക്കെ സാധനം തൂക്കിയിട്ടേക്കുന്നെന്ന് കണ്ടോ. ഇതാ ഒരു ചക്കയാണെങ്കിൽ എഴുന്നേറ്റിരിക്കുന്നു. അവനെ അടക്കി അവിടെ വെച്ചിരുന്നാണേ. അവൻ എഴുന്നേറ്റ് പൊങ്ങി നോക്കുക. ഓരോ സ്ഥലത്തും വന്നപ്പോ എത്തി നോക്കുന്നുണ്ട്. അതും കണ്ട് ഇതെടുക്കട്ടെ അമ്മ. ഇതെടുത്തോ. ഇല്ല, അമ്മ തന്നെ എടുത്തു കൊണ്ടുപോവാട്ടോ. ആ മതി, അത് തേങ്ങ മാർഗ. അപ്പം ഞങ്ങള് കയറട്ടെ. അപ്പം നമ്മളിതാ വീട്ടിൽ വന്നു. അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ചുരിദാറിന്റെ അറ്റത്ത് ഞാൻ കാണിച്ചില്ലായിരുന്നോ, കരി പോലെ കണ്ടില്ലായിരുന്നോ, കാണിച്ചത് ഈ വാലിനറ്റത്ത് ഇത് കണ്ടോ, കണ്ട അത് എന്നാന്ന് പറഞ്ഞു തരാം. വീഡിയോയും കൂടെ നിർത്തട്ടെ. അപ്പം അത് ഞാൻ പറഞ്ഞുതരാം. മുമ്പ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകുമ്പോഴെല്ലാം പേടിയായിരിക്കും അമ്മയുടെ. അതുകൊണ്ട് അമ്മയോട് പറയുന്നില്ല. എന്താ സംഭവം എന്നറിയാം, നമ്മളിങ്ങനെ ഇട്ട് സൈഡ് രണ്ട് കാലം അപ്പുറം ഇപ്പുറം ഇട്ടല്ലേ നമ്മൾ ദൂരയാത്ര ഇരിക്കത്തുള്ളൂ. അന്നേരം ഇതിന്റെ ടോപ്പിന് നല്ല നീളമുണ്ട്, സൈഡ് വെട്ടുക. ഇനി ഈ ചുരിദാറിട്ട് യാത്ര ചെയ്യത്തില്ല. കാരണം വെട്ടില്ലാത്ത ചുരിദാറിട്ട് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് കേട്ടോ. ഈ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് പോവല്ലേ, അപ്പൊ ഈ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ പുറകിലത്തെ തുമ്പുണ്ടല്ലോ, ഇത് താഴോട്ട് ഇച്ചിരി കിടന്നിട്ട് നീളമുള്ളതുകൊണ്ട് അതിങ്ങനെ കിടക്കും. നമ്മളിരിക്കുമ്പം ഷോള് നല്ല കറക്റ്റ് ആണോ ചേട്ടൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഷോള് കറക്റ്റ് അല്ലേ, ഷോള് കറക്റ്റ്. പിന്നെ അതെ ടോപ്പ് നമ്മുടെ എങ്ങും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ടോപ്പ് ഇങ്ങനെ ഇരിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പം നല്ല ശ്രദ്ധയോടുകൂടി ആ ടോപ്പിനെ വലിച്ചിപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. പുറകെ ഇച്ചിരി ബാക്കൊക്കെ ഇച്ചിരി വൃത്തിയോടായി, സാരമില്ല. എന്താ സംഭവം എന്നറിയാം, ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും കാറുകാർ കുറേ നേരമായിട്ട് ഓൺ അടിച്ചുകൊണ്ടിരിക്കുവാണ്, പിപ്പിന്ന്. അപ്പൊ ചേട്ടനോർത്ത് സൈഡ് കൊടുക്കാനിരിക്കുന്നത്, അത് മാറി സൈഡ് കൊടുത്തു. പിന്നെയും കീ അടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് എന്താ കീ അടിക്കുന്നത്, ഞാനവിടെ ബാഗ് തൂക്കിയിട്ടേക്കുന്ന നോക്കിയപ്പോൾ ബാഗൊക്കെ അവിടെ കിടപ്പുണ്ട്. പിന്നെന്താ ഷോൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇവർ കീ അടിച്ചപ്പോൾ ഞങ്ങൾ സൈഡിലോട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നിർത്താൻ വേണ്ടി പോയപ്പോൾ ഒരു സ്കൂട്ടറെ പെണ്ണും കൂടെ ഒരു പെങ്കൊച്ചും കൂടെ വന്നിട്ട് പറഞ്ഞു, ചേച്ചി ടോപ്പ് എന്ന് പറഞ്ഞേ. അപ്പം ഞങ്ങൾ എന്തായാലും നിർത്താൻ പോയിരുന്നു. അപ്പം ആ കാറുകാരനും പറഞ്ഞു, നോക്കുന്നു പറഞ്ഞു. സൈഡിൽ നിർത്തിയപ്പോഴത്തേക്കും എന്നാ എൻ്റെ ടോപ്പിൻ്റെ അറ്റം ആ നമ്മുടെ ഇതില്ലേ ചക്രയില്ലേ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് വട്ടം ചുറ്റിയിട്ട് നമ്മളെയും കൂടെ പുറകോട്ടും വലിച്ച് നമ്മൾ താഴെപ്പത്തില്ലേ. ഇതിനൊക്കെയാണ് നമ്മൾ ദൈവാധീനം എന്ന് പറയുന്നത് അല്ലേ. നമ്മളെ കുമാരനല്ലൂരമ്മ നമ്മളെവിടെ യാത്ര പോയാലും പൈസ ഒഴിഞ്ഞിട്ടിട്ടേ പോത്തുള്ളൂ. അപ്പം അത് ഒഴിഞ്ഞിട്ട് പോയതിൻ്റെ അനുഗ്രഹമാണ് നമ്മളെ ദേവി തന്നെ വന്ന് പുറകിൽ നിന്ന് ആൾക്കാരെ വിട്ട് നമ്മളെ ഓർപ്പിക്കുന്നതല്ലേ. അല്ലെ അവർ ശ്രദ്ധിക്കാത്തവരാണെന്ന് ഒന്ന് ഓർത്തെ പുറകിൽ നിന്നുള്ളവർ. ആ പുള്ളിക്കും
ആ കൊച്ചിനും ഒക്കെ ദൈവം 100 ആയുസ്സ നല്ല ആരോഗ്യവതിയായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു. കാരണം അപ്പം ചേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ചേട്ടൻ അന്നേരം തൊട്ട് ഞാൻ പറഞ്ഞല്ലേ എല്ലാം ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു ചുമ്മാ കിടന്ന് പറയാതെ ഒന്ന് കേൾക്കാം ഒന്ന് കേക്ക് ചേട്ടാ ഞാൻ പറയുന്നതും കൂടെ. ഞാൻ പറഞ്ഞല്ലേ ടോപ്പ് പിടിക്കണം. ഞാൻ പറഞ്ഞു ടോപ്പ് എവിടെ പിടിക്കാനാ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ടോപ്പിന്റെ എവിടെ പിടിക്കാനാന്ന് ചോദിച്ചു. വഴിയിൽ നിന്നിട്ട് രണ്ടുപേരും കൂടെ ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ ഞാൻ പറഞ്ഞു. പിന്നെ ചേട്ടൻ സങ്കടം കൊണ്ടുള്ള ദേഷ്യത്തിൽ പറയുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു നമ്മളിരിക്കുമ്പോൾ ടോപ്പ് അല്ലല്ലോ ഷോളല്ലേ പിടിക്കുന്നത്. ഇനി എല്ലാവരും അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. 2 സൈഡിൽ വെട്ടുള്ള ചുരിദാറാണെങ്കിൽ നീളമുള്ളതാണെന്നുണ്ടെങ്കിൽ എനിക്ക് പൊക്കം കൂടി ഇല്ലല്ലോ. അപ്പം ആ ടോപ്പ് ഇങ്ങനെ താഴോട്ട് കിടക്കുന്നുണ്ട്. കിടന്നു കഴിയുമ്പോൾ ദാ ഈ അറ്റം ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഈ അറ്റം എന്നാ ചെയ്യുന്നറിയാം, ഈ അറ്റം ഇപ്പുറത്തൂടെ ഇങ്ങനെ വച്ച തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ വച്ച ഇവിടെ കൊണ്ട് ഇങ്ങനെ വെച്ച് പിടിച്ചു. മനസ്സിലായോ? ഇങ്ങോട്ട് പിടിച്ചിട്ട് ഈ മുൻവശത്തുള്ള ഈ സൈഡിന്റെ അറ്റം നമുക്ക് ഇങ്ങനെ ഇവിടെ കിടക്കുമല്ലോ, ഈ പുറകിലുള്ളതാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഇരുന്നാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. പിന്നെ കരിക്ക് കുടിക്കുന്നിടം വരെ ഇങ്ങനെ 2 സൈഡിലോട്ട് കാലിട്ടിരുന്നുള്ളൂ. കരിക്ക് കുടിക്കുന്നവിടെ ഇപ്പൊ സൈഡിലോട്ട് ഇങ്ങനെ ഇരുന്നാലും ഇത് പുറകിൽ തന്നെ കിടക്കൂലേ, ഇതിനെ പിടിച്ച് ഫ്രണ്ടിലോട്ട് വെച്ച് ഇരിക്കുന്നതിന് വൃത്തിയടക്കാൻ സാരമില്ല, എന്നാലും വൃത്തിയടില്ല, നല്ലതായിട്ട് തന്നെ നോക്കിക്കൊണ്ട് ഇരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഐച്ചിയോട് എനിക്ക് പറയണം, അവൾക്കൊരു നീളമുള്ള ടോപ്പുണ്ട്. അവള് അങ്ങോട്ടൊക്കെ വരുമ്പോഴും അവരും ആക്റ്റീവയിലൊക്കെയാണ് വരുന്നത്. അപ്പം എല്ലാവരോടും കൂടെ ഞാൻ പറയാം കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഒരു പാഠം ഇതൊക്കെ കേട്ടോ. യാത്ര പോകുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ അമ്മ അവിടെ അയലക്കറിയൊക്കെ ചൂടാക്കുന്നുണ്ട്. അപ്പം ഞങ്ങള് ഇനി ചോറൊക്കെ ഉണ്ണാൻ പോവാണ്. ഉടുപ്പെല്ലാം ഊരിയിട്ട് ചോറൊക്കെ ഉണ്ണിട്ട് ഇനി ഒരു ഇൻട്രൊഡക്ഷനും കൂടെ പറയട്ടെ, എന്നിട്ട് ചോറുണ്ണണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.